മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് പഠിക്കാൻ വിദഗ്ധ സംഘം നാളെ എത്തും. NHAI നിയോഗിച്ച 3-അംഗ സമിതിയാണ് സ്ഥലം സന്ദർശിക്കുക. കളക്ടറുടെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിശദമായി ചർച്ച ചെയ്ത് വേണ്ട നടപടി സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 3-അംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും ദേശീയപാത അതോറിറ്റിയുടെ തുടർ നടപടി. NHAI ഉദ്യോഗസ്ഥർ അപകടസ്ഥലം സന്ദർശിച്ചു. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയില്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണ് അപകടത്തിന് കാരണമെന്നും NHAI വ്യക്തമാക്കി. तो अंडरमाइन होकर बल्ज आउट हुआ विच क्रिएटेड द कैविटी है. सो आप आरी वॉल इंटैक्ट है बट ड्यू टू दैट कैविटी ना जो अर्थ है वो नीचे आ गया. ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകില്ലെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയെന്ന് കളക്ടർ പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇനി അതിന് പരിഹാരം കണ്ട് പരിഹരിച്ച് റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ട് എല്ലാ എക്സ്പെർട്സിന്റെ ഒപ്പീനിയൻ എടുത്തുകൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. അപകട സ്ഥലത്ത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റിയോട് വിവരങ്ങൾ തേടാനും മന്ത്രി പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കൂരിയാട് ദേശീയപാത തകർന്നത് നിർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് നിർഭാഗ്യകരമായ ഒരു ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണെന്നും ശാശ്വത പരിഹാരമില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ നിർമ്മാണം അശാസ്ത്രീയമാണ്, ഇവിടെ പാലം തന്നെ വേണം എന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇതുപോലുള്ള ഏരിയയിൽ ഈ നിർമ്മാണം നിൽക്കൂല, അതുകൊണ്ട് പാലം തന്നെ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ അവരുടെ ടീം വരുന്നുണ്ട്. അത് പരിശോധന കഴിഞ്ഞതിന് ശേഷം വീണ്ടും കലക്ടറേറ്റിൽ യോഗം വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. MLA-മാരും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മലപ്പുറം.